ഒന്നും പറയില്ല, ജസ്റ്റ് പ്യുവർ ക്ലാസ്. ഒരു രക്ഷയില്ല, ഹെവി പടം. നമ്മളൊക്കെ ഇങ്ങനെ രോമാഞ്ചം അടിച്ചു. വില്ലനിസം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കിട്ടിലും പടം. പീക്കെന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല. നമ്മൾ ഇത്രയും ദിവസം കാത്തു നിന്നതിന് കിട്ടി. അത്ര കിട്ടിലും വില്ലനിസം ആടിപ്പൊളി. ഒരു വില്ലനെ എങ്ങനെ ക്യാരക്ടറായിട്ട് ഒരു സൂപ്പർ സ്റ്റാർ വില്ലനായി കഴിഞ്ഞാൽ വില്ലനെ ഒരു കഥ, വില്ലന്റെ ഭാഗത്തൊരു ന്യായം അതൊന്നുമില്ല. പ്യുവർ വില്ലനിസം എന്താണെന്ന് കാണിച്ചു തരുന്നത്. അതിനോടൊപ്പം കൊമേഴ്ഷ്യൽ കണ്ടന്റ്, കൊമേഴ്ഷ്യലായിട്ടും അഭിനയ പ്രാധാന്യം രണ്ടും കൂടെ ചേർന്ന ഒരു സിനിമ എങ്ങനെ എടുക്കണമെന്ന് കാണിച്ചു തരുന്നുണ്ട്. അതായത് മമ്മൂട്ടി എന്ന് പറഞ്ഞ നടനെ നമ്മൾ സമ്മതിച്ചോണം. ഈ ഒരു വേഷം സെലക്ട് ചെയ്തതിൽ ഒരു രക്ഷയില്ല. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു തന്നെ അറിയണം. ടിക്കറ്റ് ഒന്നും ഇനി കിട്ടാനുള്ള സാധ്യതയില്ല. നമ്മൾ ഇതുവരെ കാണാത്തൊരു മമ്മൂട്ടി. എല്ലാ സിനിമകളിലും മാറി മാറിയാണ് മമ്മൂട്ടി വരുന്നത്. ഒരേ വേഷമല്ല ചെയ്യുന്നത്. അപ്പൊ ഇതിന് പ്രത്യേകത നമുക്കൊരു വില്ലൻ എങ്ങനെയാണ് ഒരു വില്ലൻ, ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ആ ഒരു പദവി നിൽക്കുന്ന ഒരാൾ ഈ ഒരു വില്ലൻ വേഷം ചെയ്തതിന് അംഗീകരിച്ചേ പറ്റുള്ളൂ. അത് നിങ്ങൾ തിയേറ്ററിൽ കാണണം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. അമ്മത്തെ തൊട്ട് അവസാനം വരെ ത്രില്ലിംഗ് ആയിരുന്നു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വളരെ ഇഷ്ടംപോലെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. പിന്നെ മമ്മൂക്കാടെ വില്ലൻസ് പറയണ്ട, നല്ല രീതിക്ക് തന്നെ ഒരു വില്ലൻ റോൾ ചെയ്തു വെച്ചിട്ടുണ്ട്. വിനായകന്റെ മമ്മൂക്കാടെ മത്സരിച്ചുള്ള അഭിനയമാണ് ഈ പടം. എല്ലാവരും തിയേറ്ററിൽ, എനിക്ക് മമ്മൂക്ക ഫാൻസിന് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഈ പടം തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. തഴഞ്ഞിടാം. നമ്മൾ പൊതുവെ തമിഴ് ഓഡിയൻസിനെ കുറ്റം പറയാറുണ്ട്, പടങ്ങളൊന്നും തിയേറ്ററിൽ പോയി കാണുന്നില്ല അങ്ങനെ. അതേപോലെ ഇടേണ്ട ഒരു പടമല്ലേ ഇത്. കാര്യം എനിക്ക് നല്ല വിഷമമുള്ള കേസാണ്. ബ്രഹ്മയുഗത്തിൽ ഫൈനൽ കളക്ഷൻ വളരെ ലോ ആയിരുന്നു, ഒരു 60. അതേപോലെ ഒരിക്കലും ഇടരുത്. ഇതൊരു കിടിലൻ പടം തന്നെയാണ്. ഈ പടം പീക്ക് വില്ലനിസം തന്നെയാണ്. കൊടുമൻ പോറ്റിക്ക് ശേഷം ഇതിലെ ക്യാരക്ടർ മമ്മൂട്ടിയുടെ സേഫ് സോൺ ഈ സാധനമാണിത്. പുള്ളി വിനായകൻ അടിപൊളിയായിട്ട് പടം ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയറക്ടറും നന്നായി എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം പടത്തിലെ സ്ക്രീൻ പ്ലേ മെയിൻ ആണ്. ഈ ഒരു പടത്തിൽ 2.5 മണിക്കൂർ ഈ ഒരു കാറ്റഗറി നോക്കുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം എൻഗേജിങ് ആണ്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം എൻഗേജിങ് പടം പറയണ്ടിരിക്കുക. മമ്മൂക്കേനെ പ്രസന്റ് ചെയ്ത് വെച്ച രീതിയുണ്ട്. ഓരോ ഫ്രെയിമില് പുള്ളിക്കാൻ കയറി വരുമ്പോൾ ഒരു ഹൊറർ ഫീലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അമ്മാതിരി ടോപ്പ് പ്രസന്റേഷൻ പടം. പിന്നെ കിടിലം പടം, ടോപ്പ് പടം. പുള്ളിക്കാരൻ വെറുതെ നിന്നാലും ഫ്രെയിം ഇങ്ങനെ ഹൊറർ ഫീലിംഗ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതിനൊരു വില്ലന്റെ ഒരു ആർക്ക് എന്താണോ അത് നൈസായിട്ട് പുള്ളിക്കാരൻ കൊള്ളായിരുന്നു. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൊള്ളാം. ആ ഒരു ഇമ്പാക്ട് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഡയറക്ടറിന് സ്റ്റോറി ടെല്ലിംഗ് അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ പടം, ഒന്നും പറയില്ല. ഇത് എല്ലാരും തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണ്. ഞെട്ടിപ്പിക്കാൻ പടം, കുട്ടികളെ കൊണ്ടൊന്നും കാണും. പക്ഷെ ഗംഭീര പടം. പെർഫോമൻസ് വാച്ച് മാത്രമല്ല, ഞെട്ടിപ്പിക്കാനും കൈയടിക്കാനും സീക്വൻസ് ഉണ്ട്. മമ്മൂട്ടിയുടെ പെർഫോമൻസ് എന്ന് വെച്ചാൽ കസറി. നമ്മൾ ഇതുവരെ കാണാത്തൊരു മമ്മൂക്കയാണോ? അത് കാണാത്തൊരു മമ്മൂട്ടി. ഈ ക്യാരക്ടർ അവർ എങ്ങനെയാണ് എഴുതിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായിരുന്നു, സൈന മോഹനെ ബേസ് ചെയ്താണ്. പക്ഷെ ഇച്ചിരി കൂടെ ഡെപ്ത് അവർ ഇട്ടിട്ടുണ്ട്. ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് ക്യാരക്ടർ. മസ്റ്റ് വാച്ച് ആണ് തിയേറ്ററിന്റെ അകത്ത്. എന്തായാലും കാണണം തിയേറ്ററിൽ. നമ്മുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുവോ? മറക്കാനേ പറ്റുള്ളൂ. ഞാൻ രോമാഞ്ചം വന്നിരിക്കുക. ആ ക്യാരക്ടറെ കുറിച്ച് ഇവർ ആലോചിച്ചു. കണ്ടാലേ പറ്റുള്ളൂ. മമ്മൂക്കയുടെ കൂന്ത് വിളയാട്ടം, മമ്മൂക്കയുടെ ആദ്യത്തെ 100 കോടി. പിന്നെ മമ്മൂക്കയുടെ ഗ്ലാമറിനെ കുറിച്ചൊന്നും പറയല്ല. പിന്നെ വിനായകൻ ഒരു രക്ഷയില്ല. 20 വയസ്സിലാണ് ചിമ്പു മന്മഥൻ അഭിനയിച്ചെങ്കിൽ മമ്മൂക്ക 74 വയസ്സിലാണ് മന്മഥനായത്. അതായത് അത്രയും ഗ്ലാമറായിട്ട് നിന്നിട്ട് എൻ്റെ അമ്മ വേറെ ലെവൽ അയാള്. മമ്മൂക്ക തൂക്കി. വിനായകൻ ഒരു രക്ഷയില്ല. വിനായകന്റെ അറുമാതിച്ച് സ്ക്രീന് കത്തിച്ച് കിട്ടില്ല. ഒരു കാര്യം കൂടെ പറയാം, ഫാമിലി ആയിട്ട് നിങ്ങൾ എല്ലാവരും പോയി കാണാം. ഫാമിലിയായിട്ട് പോണവർ ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രചോദനം കൂടെയാണ്. ഒരുപാട് ഫാമിലികളെ രക്ഷപ്പെടും ഈ പടം കണ്ടു കഴിഞ്ഞാൽ. മമ്മൂക്ക എടുത്ത ഒരു സെലക്ഷൻ സൂപ്പർ. ഒന്നും പറയാനില്ല, ആദ്യം തൊട്ട് അവസാനം വരെ. കിട്ടിയ കൊടുത്താലേ പറ്റും അയാൾക്ക്. ഇങ്ങനെ അഭിനയിക്കണ അയാൾ കൊടുത്ത വിനായകനെ ചേർത്ത് പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വിനായകനെ കിടില്ല. ഒന്നും പറയല്ല. അപ്പൊ നല്ല വിഷയം പറയാം. എല്ലാവരും ഒരു പക്ക ത്രില്ലർ മൂവിയാണ്. ഒന്നും പറയില്ല. സത്യം പറയാം, മമ്മൂട്ടി സാറിന്റെ ഒരു പ്യുവർ ഷോ. നമ്മളെ തിയേറ്ററിൽ പിടിച്ചിരുത്തുവോ? സ്റ്റാർട്ടിങ് തിയേറ്ററിൽ തന്നെ പിടിച്ചിരുത്തും. വേറെ ഒന്നും പറയല്ല. മമ്മൂക്കയുടെ വില്ലൻ റോള് എങ്ങനെ ഉണ്ടായിരുന്നു? മമ്മൂട്ടി ഒന്നും പറയില്ല, ജസ്റ്റ് പ്യുവർ ക്ലാസ്. മമ്മൂക്ക എന്ത് പറയാം. കാരണം സാധാരണ നടന്മാർക്ക് കരിയർ ബെസ്റ്റ് പടം എന്ന് പറയുമ്പോൾ 1 or 2 അല്ലെങ്കിൽ ഒരു 10 പടം ചെയ്യുമ്പോൾ 1 ആയിരിക്കും. മമ്മൂക്കൊക്കെ വെച്ചാൽ ചെയ്യുന്ന പടം എല്ലാം അത് കിടിലമാണ്. ലാസ്റ്റ് ഇറങ്ങുന്ന ഏത് പടമാണോ അതാണ് മമ്മൂക്കയുടെ കരിയർ ബെസ്റ്റ് എന്ന് പറയുന്നത്. അമ്മാതിരി ആക്ടിങ്. അതായത് നായകനേക്കാൾ വില്ലൻ സ്കോർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചില്ലറ സ്കോറിങ്ങൊന്നുമില്ല. അഴിഞ്ഞാട്ടം വൺ സംഭവം. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഇന്ത്യൻ സിനിമയിലെ മമ്മൂക്കയെ ഒരു നടനില്ലാന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രായത്തിൽ. വെല്ലുവിളിക്കണം. മമ്മൂക്കയെ വെല്ലിക്കാൻ ആരും ഇല്ല. ആ റേഞ്ചിൽ വില്ലനിസം.
വേറൊരു നടന്മാർ ആരെങ്കിലൊക്കെ ആയിരുന്നപ്പോൾ മമ്മൂക്ക നായകനായിട്ട് ഒരു കിടില വില്ലൻ പോലത്തെ സംഭവമൊക്കെ ചെയ്തിരുന്നെങ്കിൽ അല്പം കൂടെ ഇമ്പാക്റ്റ് ആയി. ഇത് മമ്മൂക്ക വില്ലൻ്റെ ആയതുകൊണ്ട് ഇത്രയും നീചമായിട്ട് കൊല്ലുന്നതും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മമ്മൂക്കയുടെ രോമാഞ്ചിഫിക്കേഷൻ വരുന്നുണ്ട്. ആ ഒരു ഇതേ ഉള്ളൂ. പക്ഷേ ഒരു സാധാരണ സ്റ്റാർ വാല്യൂ കാര്യങ്ങളല്ലാതെ നായകൻ വില്ലൻ എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതിലും തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടണ വേറെ ഒരു പടമില്ല. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. മലയാള പടത്തിൽ മമ്മൂക്കയുടെ പടം, മമ്മൂക്കയുടെ വൺ തിരിച്ചറിയെന്ന് വേണം പറയാൻ. സിനിമ ഒരു രക്ഷയില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചിലപ്പോൾ മേ ബി ഇങ്ങനെ വലിയ സ്റ്റാർ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മലയാളത്തിൽ നിന്ന് കിട്ടിയേനെ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സ്ക്രിപ്റ്റ്, നല്ല ഡയറക്ഷൻ, മ്യൂസിക്കും അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാവരും പെർഫോമൻസും കിടിലുമായിരുന്നു.